എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ഷൈജു. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് നമ്മുടെ വരാൻ പോകുന്ന LPP നോട്ടിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് മാത്സിനകത്ത് നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഏതൊക്കെ കാര്യങ്ങൾക്കാണ് മുൻഗണന കൊടുത്തുകൊണ്ട് ഇപ്പോഴേ പഠിക്കേണ്ടത്. സോ ഇനിയുള്ള ദിവസങ്ങളിൽ മാത്സ് അടിസ്ഥാനപരമായിട്ടൊന്നും അറിയാത്ത ആളുകൾക്ക് പോലും പരമാവധി മാർക്ക് സ്കോർ ചെയ്യുന്ന രീതിയിൽ നിങ്ങൾ എങ്ങനെയാണ് ഓരോ ദിവസങ്ങളും പഠിച്ച് മുമ്പോട്ട് പോകേണ്ടത് എന്നുൾപ്പെടെയുള്ള ഒരു കംപ്ലീറ്റ് കാര്യങ്ങളാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. സോ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സോടുകൂടി അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ സെഷനോടുകൂടി നിങ്ങൾക്ക് മാത്സിനകത്തുനിന്ന് പരമാവധി മാർക്ക് സ്കോർ ചെയ്യുന്ന രീതിയിൽ നിങ്ങളുടെ പഠന നിലവാരം ഉയർത്തിയെടുക്കുവാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ ആദ്യം മുതൽ അവസാനം വരെ കണ്ടിട്ട് അത് കൃത്യമായിട്ട് ഓരോ ദിവസവും ഫലപ്രദമായിട്ട് പ്രയോജനപ്പെടുത്തണം. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ഒന്നാമത്തെ ദിവസം മുതൽ പരീക്ഷ വരെയുള്ള ദിവസങ്ങൾ ഒരു ഡെയിലി റൂട്ടീനായിട്ട് നിങ്ങൾ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ നമുക്ക് പരീക്ഷ എന്തായാലും 2026 അവസാനത്തോടു കൂടിയാണ് നമ്മൾ പുതിയ നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കുന്നത്. 2026 പുതിയ നോട്ടിഫിക്കേഷൻ വന്നാൽ 2027 തുടക്കത്തോടുകൂടി നമ്മൾ പരീക്ഷ പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ 2026 എന്ന് പറയുന്ന വർഷത്തിൽ വരുന്ന ഈ ഒരു സുപ്രധാന നോട്ടിഫിക്കേഷനോടുകൂടി നമ്മുടെ ജീവിതത്തിലെ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരേണ്ട ഒരു പ്രധാനപ്പെട്ട പരീക്ഷയാണത്. ഈ കഴിഞ്ഞ തവണ പരീക്ഷ ചെറിയ മാർക്ക് നഷ്ടപ്പെട്ടു പോയ ഒരുപാട് പേരുണ്ട്. അതുപോലെ തന്നെ അവർ പ്രതീക്ഷ കൈവിടാതെ മുമ്പോട്ട് പോകണം. കാരണം നിങ്ങളുടെ കയ്യിൽ കുറച്ച് സാധനങ്ങൾ ഓൾറെഡി കയ്യിലുണ്ട്. ഒന്ന് ബൂസ്റ്റപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പരീക്ഷ ക്രാക്ക് ചെയ്യുവാൻ സാധിക്കും. ചില ആളുകളുണ്ട് പരീക്ഷയിലെ പരാജയം ഏറ്റുവാങ്ങി അവിടം കൊണ്ട് സ്റ്റോപ്പ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. കുഞ്ഞുങ്ങളെ, ഒരു മത്സര പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന സമയത്ത് ഒരുപാട് പരാജയങ്ങൾ ഏറ്റുവാങ്ങിയിട്ടാണ് അവസാനമാണ് വിജയത്തിലേക്ക് എത്തുന്നത് എന്നുള്ള ഒരു വലിയ യാഥാർത്ഥ്യത നിങ്ങൾ മനസ്സിലാക്കണം. അല്ലാതെ ഒരു പരീക്ഷ എഴുതിയിട്ടോ 2 പരീക്ഷ എഴുതിയിട്ടോ 3 പരീക്ഷ എഴുതി വിജയം കാണണം നിർബന്ധമില്ല. ഒരുപാട് പരാജയങ്ങൾ ഏറ്റുവാങ്ങി അവസാനം വിജയത്തിലേക്ക് എത്തുന്നവർ മാത്രമാണ് മത്സര പരീക്ഷകളിലെ സീരിയസ് ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് വീണ്ടും ഞാൻ ഓർമ്മപ്പെടുത്തുവാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികളാണെങ്കിൽ സ്വാഭാവികമായിട്ട് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മുടെ പരീക്ഷയുടെ സിലബസ് എന്താണെന്ന് ആദ്യം മനസ്സിലാക്കണം. പുതിയ സിലബസ് നിങ്ങളുടെ കയ്യിലുണ്ട്. 2024 പരീക്ഷ കഴിഞ്ഞു പോയ ആ സിലബസ് നിങ്ങളുടെ കയ്യിലുണ്ടാകും. ആ സിലബസിന്റെ ഹാർഡ് കോപ്പി എടുക്കണം. ആ സിലബസിന്റെ ഹാർഡ് കോപ്പി എടുത്തിട്ട് ആ സിലബസ് വൃത്തിയായിട്ട് പഠിക്കണം. ആ സിലബസ് വൃത്തിയായിട്ട് പഠിക്കുമ്പോൾ അതിനകത്തെ ഓരോ വാക്കുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആ ഓരോ വാക്കുകൾ ഓരോ ടോപ്പിക്കുകളാണ്. ആ ഓരോ ടോപ്പിക്കുകൾ ഓരോ ദിവസം നിങ്ങൾ കുറേശ്ശെ പഠിച്ച് മുമ്പോട്ട് പോകണം എന്ന് ഓർമ്മപ്പെടുത്തുവാണ്. അപ്പം നിങ്ങൾക്ക് ഭാരിച്ച ഒരു ഉത്തരവാദിത്വം അവസാനത്തേക്ക് വരുമ്പോഴത്തേക്ക് വരത്തില്ല. ഇപ്പോഴേ കുറേശ്ശെ പഠിച്ച് മുമ്പോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ 2026 തുടക്കമൊക്കെ ആകുമ്പോഴത്തേക്ക് അത്യാവശ്യം കാര്യങ്ങളൊക്കെ അറിയാവുന്ന ഒരു ലെവലിലേക്ക് വരും. അപ്പോൾ നോട്ടിഫിക്കേഷൻ വരുന്നൊക്കെ ഉള്ള ഒരുപാട് വാർത്തകൾ കേൾക്കും. അപ്പോൾ നിങ്ങളുടെ കൂടെ കോമ്പറ്റീഷൻ ലെവലിലേക്ക് വരാൻ ഒരുപാട് പേര് വരും കൂടെ. ആ സമയത്ത് നിങ്ങളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളുടെ യാത്രയിലെ പകുതി ദൂരം നിങ്ങൾ പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു എന്നാണ് അർത്ഥം. ഒരുപാട് നിങ്ങളുടെ മുമ്പിലാണ്. അപ്പോൾ ഇപ്പോഴേ നിങ്ങൾ പഠിച്ച് മുമ്പോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ബെനിഫിറ്റ് നമുക്ക് നേടിയെടുക്കുവാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് മുമ്പോട്ടുള്ള യാത്രയിലെ ഈ ഓരോ ദിവസങ്ങളും നിർണായകമാണ്. കഴിവിൻ്റെ പരമാവധി ചെറിയ സബ് ടോപ്പിക്കുകൾ പഠിച്ച് മുമ്പോട്ട് പോകണം. 2027 2027 പരീക്ഷ കഴിഞ്ഞ് റാങ്ക് ലിസ്റ്റ് നിലവിൽ വരുമ്പോൾ ആദ്യത്തെ 50-നകത്തേക്ക് നമ്മുടെ പേരുണ്ടാകണം. നമ്മൾ ഏത് ജില്ലയാണ് വെക്കുന്നതെങ്കിലും ആ ജില്ലയിലെ ആദ്യത്തെ 50-നകത്ത് നമ്മുടെ പേരുണ്ടാകണം. ആ ഒരു പ്രതീക്ഷയോടുകൂടി വേണം ഓരോ ദിവസങ്ങളും മുമ്പോട്ട് പോകാൻ. അപ്പോൾ സർക്കാർ സ്കൂളിൽ അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപികയാകുക എന്നുള്ള വലിയൊരു മോഹത്തിൻ്റെ ആദ്യത്തെ ചുവടുവെപ്പാണ് നമ്മൾ ഈ എഴുതാൻ പോകുന്ന പരീക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ ഒരു പരീക്ഷ 2027 തുടക്കത്തിൽ തന്നെ നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. 2026 അവസാന നോട്ടിഫിക്കേഷൻ വന്ന് 2027 തുടക്കം മുതൽ നമ്മൾ ഈ പരീക്ഷ പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഓരോ ദിവസങ്ങളും വലിയ നിർണായകമാണ്. നിങ്ങളുടെ മുമ്പിലെ ഏകദേശം 1 വർഷ സമയമുണ്ട്. ഒരു വർഷം
എന്ന് പറഞ്ഞാൽ 365 ദിവസമല്ലേ? ആ ഓരോ ദിവസങ്ങളും നിങ്ങൾ കൃത്യമായിട്ട് പ്ലാൻ ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോകണമെന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ട് പരീക്ഷ ക്രാക്ക് ചെയ്യാൻ സാധിക്കും. അതായത് 3 മാസം കൊണ്ട് പഠിക്കുന്നതും 1 വർഷം കൊണ്ട് പഠിക്കുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസമില്ലേ അല്ലേ? അതുകൊണ്ട് നിരന്തരമായിട്ട് ഇപ്പോഴേ പഠിച്ചു തുടങ്ങി കുറേശ്ശെ പഠിച്ച് മുമ്പോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വലിയൊരു ബാധ്യതയുമില്ല, എന്നാൽ ആ ഭാഗങ്ങളൊക്കെ വൃത്തിയായിട്ട് പഠിച്ച് മുമ്പോട്ട് പോകാൻ സാധിക്കും. ടെൻഷൻ ഇല്ലാതെ പഠിച്ച് മുമ്പോട്ട് പോകാൻ സാധിക്കും. അപ്പോൾ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് സിലബസിൻ്റെ ഹാർഡ് കോപ്പി എടുക്കണം. സിലബസിൻ്റെ ഹാർഡ് കോപ്പി എടുത്തിട്ട് ഒരു ടൈം ടേബിൾ അറേഞ്ച് ചെയ്യണം. മുമ്പോട്ടുള്ള ഓരോ ദിവസങ്ങളും നിങ്ങളുടെ മുമ്പിൽ 1 വർഷത്തെ സമയം കൊണ്ട് പഠിക്കാൻ. അപ്പോൾ മുമ്പോട്ടുള്ള ഓരോ ദിവസങ്ങളും കൃത്യമായിട്ട് പ്ലാൻ ചെയ്തുകൊണ്ട് ഒരു ദിവസം നിങ്ങൾക്ക് 1 മണിക്കൂർ പഠിക്കാൻ പറ്റുന്നുള്ളെങ്കിൽ അത് മതി. പക്ഷെ അത് ടൈം ടേബിൾ അറേഞ്ച് ചെയ്തിട്ട് ആ 1 മണിക്കൂർ നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ ഒരു ബുക്കിനകത്തേക്ക് വൃത്തിയായിട്ട് എഴുതി വെച്ചിട്ട് അടുത്ത ദിവസം നിങ്ങൾ പഠിക്കുന്നതിന് തൊട്ട് മുമ്പേ അതൊന്ന് വായിച്ചു നോക്കണം. അതൊന്ന് വായിച്ചു നോക്കിയിട്ട് വേണം അടുത്ത ഭാഗം എടുത്ത് പഠിക്കാൻ. ഇങ്ങനെ പഠിച്ച് മുമ്പോട്ട് പോയ ആൾക്കാരാണ് ഈ 2025 റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ ആദ്യത്തെ 50-നകത്ത് കാണാൻ സാധിക്കുന്നത്. ആ 50 പേര് അല്ലെങ്കിൽ ആദ്യത്തെ 100 പേര് എന്താണോ തുടർന്ന് പൊയ്ക്കൊണ്ടിരുന്നത് ആ ഒരു വേവ് ലെങ്തിൽ വേണം നമ്മളും പഠിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുവാൻ. സോ അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് നിങ്ങൾ എങ്ങനെയാണ് പഠിച്ചുകൊണ്ട് മുമ്പോട്ട് പോകേണ്ടത് എന്നുള്ള കാര്യത്തിൽ കൃത്യം ക്ലാരിറ്റി ഉണ്ടായി എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. സോ സിലബസിൻ്റെ ഹാർഡ് കോപ്പി എടുക്കണം. സിലബസിൻ്റെ ഹാർഡ് കോപ്പി എടുത്ത് മുമ്പിൽ വെക്കണം. ഓരോ ദിവസം എഴുന്നേൽക്കുമ്പോഴും ഉറങ്ങുമ്പോഴും ആ സാധനം നമ്മൾ നോക്കണം. എത്രത്തോളം നമ്മൾ ഇന്ന് പഠിച്ചു, നാളെ എത്രത്തോളം പഠിച്ചു. ഓരോ ദിവസങ്ങളും കൃത്യമായിട്ട് സ്റ്റേബിൾ ആയിട്ട് വേണം പഠിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാൻ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഠിച്ചു തുടങ്ങുമ്പോൾ തന്നെ ഈ സിലബസിൻ്റെ ഹാർഡ് കോപ്പി എടുത്തു വെച്ചിട്ട് നമ്മൾ SCERTയിൽ തുടങ്ങണം. എപ്പോഴും SCERTയിലാണ് തുടങ്ങേണ്ടത്. സയൻസിന് വലിയ പ്രാധാന്യമുള്ള ഒരു ഭാഗമാണ് LPUP പരീക്ഷകൾ. അപ്പോൾ SCERT ടോപ്പിക്കുകൾ സയൻസ്, സോഷ്യൽ സയൻസ് ഭംഗിയായിട്ട് നിങ്ങൾ വായിക്കണം. അത് 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള പാഠപുസ്തകങ്ങൾ കുറേശ്ശെ ആയിട്ട് വായിക്കണം. ആദ്യം 5ാം ക്ലാസ്സിൽ എടുത്ത് വായിക്കണം. കാരണം നമുക്ക് സമയമുണ്ട്, ഇഷ്ടം പോലെ സമയമുണ്ട്. അപ്പോൾ 5ാം ക്ലാസ്സിലെ പാഠപുസ്തകങ്ങൾ വായിക്കുക. പതിയെ 6ാം ക്ലാസ്സിലേക്ക് വരിക, 6 7ലേക്ക് വരിക. അങ്ങനെ ഓരോ ക്ലാസ്സിലെ പാഠപുസ്തകങ്ങൾ പതിയെ വായിച്ചുകൊണ്ട് നിങ്ങൾ മുമ്പോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു അടിസ്ഥാനപരമായിട്ടുള്ള അറിവ് നേടിയെടുക്കുവാൻ സാധിക്കും. ഈ അടിസ്ഥാനപരമായിട്ടുള്ള അറിവ് നേടിയെടുക്കുമ്പോഴാണ് നമ്മൾ നേരെ സിലബസിനകത്തേക്ക് കാലെടുത്ത് വെക്കേണ്ടത്. അല്ലാതെ ആദ്യമേ സിലബസിനകത്തേക്ക് പോകരുത്. അപ്പോൾ സിലബസ് നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കി ഒരു ടൈം ടേബിൾ അറേഞ്ച് ചെയ്തുകൊണ്ട് SCERT പാഠപുസ്തകങ്ങളിലെ 5ാം ക്ലാസ് മുതൽ ഇങ്ങോട്ടുള്ള പാഠപുസ്തകങ്ങൾ പതിയെ വായിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി ഒരു അടിസ്ഥാനപരമായിട്ടുള്ള അറിവ് നിങ്ങൾ നേടിയെടുക്കണം. അതിനുശേഷം മാത്രമേ നിങ്ങൾ എങ്ങോട്ട് പോകാൻ പാടുള്ളൂ, സിലബസിനകത്ത് ഹാർഡ് ടോപ്പിക്കുകൾ നിങ്ങൾ പഠിക്കുവാൻ പാടുള്ളൂ. സോ ഇങ്ങനെ വേണം നിങ്ങൾ മുമ്പോട്ട് പോകാൻ. പക്ഷേ അറ്റ് ദ എൻഡ് നിങ്ങൾ ഓരോ ദിവസവും ഒരു പ്രൊഡക്റ്റീവായിട്ടുള്ള ഔട്ട്പുട്ട് നിങ്ങൾ ഓരോ ദിവസവും പ്രതീക്ഷിക്കണം. ഒരു ദിവസം കഴിയുമ്പോൾ നിങ്ങൾ എന്താണെന്ന് നിങ്ങൾ പഠിച്ചത്, അത് SCERT ആണോ സിലബസ് ആണോ എന്തെങ്കിലും ആയിക്കോട്ടെ, നിങ്ങൾ പഠിച്ചോ. അത് തുടർച്ചയായിട്ട് ഇന്ന് പഠിക്കണം, നാളെ പഠിക്കണം, മറ്റന്നാൾ പഠിക്കണം. അങ്ങനെ തുടർച്ചയായിട്ട് പഠിച്ച് മുമ്പോട്ട് പോകണം. ഇതിനിടയിൽ നിങ്ങൾ ഒരുപാട് മറ്റുള്ള മത്സര പരീക്ഷകൾ എഴുതാറുണ്ടാവും. സ്വാഭാവികമായിട്ട് അതിന് പരാജയം ഏറ്റുവാങ്ങേണ്ടി വരും. അതെല്ലാം നിങ്ങൾ മൈൻഡ് ചെയ്യരുത്. സോ മൈൻഡ് ചെയ്യാതെ ഏറ്റവും ക്ലിയർ ആയിട്ട് നിങ്ങളൊരു ഒരു വേയിൽ മുമ്പോട്ട് പോകുന്ന സമയത്ത് ഒരുപാട് കല്ലുകൾ കാണും, ഒരുപാട് മുള്ളുകൾ കാണും. ഇതെല്ലാം താണ്ടി വേണം നമുക്ക് അറ്റ് ദ എൻഡ് ഡെസ്റ്റിനേഷൻ പോയിന്റിലേക്ക് എത്തുവാൻ. സോ അതുകൊണ്ട് ഈ മത്സര പരീക്ഷയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രിപ്പറേഷനുള്ള ഈ ഒരു ജേർണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങൾ, ഒരുപാട് ബുദ്ധിമുട്ടുകളും പരിഹാസങ്ങളും ഒക്കെ ഉണ്ടാവും. പക്ഷേ ഇതെല്ലാം നിങ്ങൾ തള്ളിക്കളഞ്ഞുകൊണ്ട് മുമ്പോട്ട് പോകണം. നിങ്ങളുടെ മുമ്പിൽ നല്ലൊരു സമയമുണ്ട്. വളരെ കൃത്യതയോടെ നിങ്ങൾ വേണം മുമ്പോട്ട് പോകാൻ എന്ന് വീണ്ടും ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. സോ ഈ പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ നിന്ന് ഒരിക്കലും പോകാൻ പാടില്ല. ഇനി നമുക്കറിയാം മാത്സിനകത്തേക്ക് വരുന്ന സമയത്ത് കണക്കിന് 15 ചോദ്യങ്ങളാണ് ക്വസ്റ്റ്യൻ പേപ്പറിനകത്തുള്ളത്. സോ ഈ 15 ക്വസ്റ്റ്യൻസും സിമ്പിളായിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾ ഈ 15 ചോദ്യങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ പണ്ടൊക്കെയോ പഠിച്ച വലിയ സാധനങ്ങളൊന്നും പഠിക്കാനില്ല.
വളരെ സിമ്പിളായിട്ടുള്ള 15 ക്വസ്റ്റ്യൻസ് മാത്രമേ പരീക്ഷയ്ക്ക് ചോദിക്കത്തുള്ളൂ. ഒന്നുമില്ല. മാത്സ് ഒക്കെ വളരെ എളുപ്പമാണ്. നോക്കിയേ, ഇതാണ് നമ്മുടെ സിലബസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കണ്ടോ, ഭിന്നസംഖ്യകളിൽ തുടങ്ങി വർഗം, വർഗമൂലം, ശരാശരി ഇങ്ങനെ വന്ന് ഏറ്റവും അവസാനം സംഖ്യകളെക്കുറിച്ചുള്ള പഠനം കൂടി കഴിയുമ്പോൾ നമ്മുടെ LP UP പരീക്ഷകൾക്കുള്ള മാത്സിന്റെ PSCയുടെ സിലബസ് കംപ്ലീറ്റഡ് ആവുകയാണ് ചെയ്യുന്നത്. സോ നിങ്ങൾ മുമ്പോട്ട് പോകുന്ന സമയത്ത് ഈ സിലബസ് കൃത്യമായിട്ട് പ്ലാൻ ചെയ്തുകൊണ്ട് വേണം മുമ്പോട്ട് പോകാൻ. പക്ഷേ സിലബസിലേക്ക് കടക്കുന്നതിന് മുമ്പേ നമ്മൾ 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള പാഠപുസ്തകങ്ങൾ ഈ പറഞ്ഞതുപോലെ കണക്കും നിങ്ങൾ 5ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ നിന്നും തുടങ്ങി പതിയെ പതിയെ അടിസ്ഥാനപരമായിട്ടുള്ള അറിവുകൾ നേടിയെടുത്തുകൊണ്ട് വേണം നമ്മുടെ സിലബസിനകത്തേക്ക് കടന്നു വരാൻ. സോ മാത്സ് നിങ്ങൾ പഠിച്ചു തുടങ്ങുന്ന സമയത്ത് ആദ്യമേ നിങ്ങൾ സംഖ്യകളെക്കുറിച്ച് പഠിക്കണം. ഇവിടെ സംഖ്യകളെക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണ, പലതരത്തിലുള്ള സംഖ്യകളുണ്ടല്ലോ, ആ സംഖ്യകളെക്കുറിച്ചുള്ള അടിസ്ഥാനപരമായിട്ടുള്ള ധാരണ നിങ്ങളിലേക്ക് നേടിയെടുക്കുവാൻ തന്നെ ഏകദേശം 10 മുതൽ 12 മണിക്കൂർ വരെ സമയം വേണ്ടി വരും. കാരണം പണ്ടുങ്ങാണ്ട് നമ്മൾ പഠിച്ചതാണ് കണക്ക്. അതിനുശേഷം പിന്നീട് നമ്മൾ കേട്ടറ്റ് പരീക്ഷകൾക്ക് വേണ്ടി പഠിച്ചിട്ടുണ്ടാകാം, പക്ഷേ അത് മറന്നുപോയിട്ടുണ്ടാവും. ഇപ്പോൾ നമ്മുടെ മുമ്പിൽ LP UP പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ ഈ ഒരു പ്രിപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് മാത്രമാണ് കണക്ക് വീണ്ടും നമ്മൾ മുമ്പിലേക്ക് എടുക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് തീർച്ചയായിട്ടും എല്ലാ ടച്ചും വിട്ടുപോയിട്ടുണ്ടാവും. അപ്പോൾ സംഖ്യകളെക്കുറിച്ച് മാത്രമായിട്ട് പഠിക്കുമ്പോൾ തന്നെ ഏകദേശം 10 മുതൽ 12 മണിക്കൂർ വരെ സമയം നമ്മുടെ മുമ്പിൽ നിന്ന് വേണ്ടി വരും. അവിടെ പലതരത്തിലുള്ള സംഖ്യകളുണ്ട്. എണ്ണൽ സംഖ്യകളുണ്ട്, അതേപോലെ അഖണ്ഡ സംഖ്യകൾ, അഭാജ്യ സംഖ്യകൾ, ഭാജ്യസംഖ്യകൾ, പരിപൂർണ സംഖ്യ, പൂർണ്ണസംഖ്യ, രാമാനുജൻ സംഖ്യ, കാപ്രിയേക്കർ കോൺസ്റ്റന്റ്, അങ്ങനെ ഒരുപാട് സംഖ്യകളെക്കുറിച്ചുള്ള ഒരു അടിസ്ഥാനപരമായിട്ടുള്ള ധാരണ നിങ്ങളിലേക്ക് ഉണ്ടാക്കി എടുക്കുവാൻ തന്നെ ഏകദേശം 8 മണിക്കൂർ മുതൽ 10 മണിക്കൂർ വരെയുള്ള സമയം വേണ്ടി വരും. അപ്പോൾ അത്രയ്ക്ക് പഠിക്കാനുണ്ടെന്നർത്ഥം. സോ അതിനകത്ത് ഘടകങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കാന്, അഭാജ്യ ഘടകങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കാന്, നമ്മുടെ ഈ ഒറ്റയുടെ സ്ഥാനത്ത് അങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് സംഖ്യകളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾ പഠിച്ചെടുക്കേണ്ടത്. അപ്പോൾ സംഖ്യകളെക്കുറിച്ചുള്ള അടിസ്ഥാനപരമായിട്ടുള്ള അറിവ് പതിയെ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ മനസ്സിനുള്ളിലേക്ക് സെറ്റാക്കണം. ഇതാണ് 1ാമത്തെ സ്റ്റെപ്പ്. അതിനുശേഷം നിങ്ങൾ ഭിന്നസംഖ്യകൾ എന്ന് പറയുന്ന ചാപ്റ്റർ പഠിക്കണം. സോ ഭിന്നസംഖ്യകൾ എന്താണെന്നും ഭിന്നസംഖ്യകളെ കൂട്ടാനും കുറയ്ക്കാനും ഗുണിക്കാനും ഹരിക്കാനും ചെറുതേത് വലുതേത് ആരോഹണ ക്രമത്തിൽ അറേഞ്ച് ചെയ്യുക, അവരോഹണ ക്രമത്തിൽ എഴുതുക, അതേപോലെ തന്നെ ഭിന്നസംഖ്യകളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് വരിക്കണക്കുകൾ പരീക്ഷകളിൽ ചോദിക്കാറില്ലേ, അതെല്ലാം പതിയെ അടുത്ത ഫേസിൽ ചെയ്തു പഠിക്കണം. അതിനുശേഷം നമ്മുടെ ദശാംശ സംഖ്യകളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചോദ്യങ്ങൾ ചെയ്തു പഠിക്കണം. എന്താണ് ദശാംശ സംഖ്യകൾ? സോ പോയിന്റ് ഉള്ള സംഖ്യകളെ പറയുന്ന പേരാണ് ദശാംശ സംഖ്യകൾ. എങ്ങനെയാണ് ഗുണിക്കുന്നത്, എങ്ങനെയാണ് ഹരിക്കുന്നത്, എങ്ങനെയാണ് കൂട്ടുന്നത്, കുറയ്ക്കുന്നത്. സോ ഒരു 2-3 ദശാംശ സംഖ്യകൾ കിട്ടിയാൽ അതിനകത്ത് വലുതേതാണ് ചെറുതേതാണ് ആരോഹണ ക്രമത്തിൽ എഴുതുക, അവരോഹണ ക്രമത്തിൽ എഴുതുക. ഇങ്ങനെ അടിസ്ഥാനപരമായിട്ടുള്ള അറിവുകളെല്ലാം ഈ ഒരു കാലയളവിൽ നിങ്ങൾ നേടിയെടുക്കണം. അതിനുശേഷം ഈ കൃത്യംഗ സംഖ്യകൾ എന്ന് പറയുന്ന ടൈപ്പ് ഉണ്ടല്ലോ, അതായത് ഒരു സംഖ്യ താഴെ എഴുതി വെച്ചിട്ട് അതിന് മുകളിൽ ചെറുതായിട്ടൊരു സംഖ്യ എഴുതി കഴിഞ്ഞാൽ ആ രൂപത്തിൽ എഴുതുന്ന സംഖ്യകളെ പറയുന്ന പേരാണ് കൃത്യംഗ സംഖ്യകൾ അല്ലെങ്കിൽ എക്സ്പോണൻസ് എന്ന് പറയും. സോ കൃത്യംഗ സംഖ്യകളെ കുറിച്ചുള്ള അടിസ്ഥാനപരമായിട്ടുള്ള അറിവും കൃത്യംഗ സംഖ്യകളിൽ നിന്നുള്ള ചോദ്യങ്ങൾ ചെയ്തു പഠിക്കണം. ഏറ്റവും കുറഞ്ഞ ഒരു 100 ചോദ്യങ്ങളും ചെയ്തു പഠിക്കണം. അതിനുശേഷം നിങ്ങൾ ഈ റൂട്ടുള്ള സംഖ്യകളുണ്ടല്ലോ, റൂട്ടുള്ള സംഖ്യകളെ പറയുന്ന പേരാണ് കരണികൾ അല്ലെങ്കിൽ റാഡിക്കലുകൾ എന്ന് പറയും. സോ കരണികളുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നിങ്ങൾ ചെയ്തു പഠിക്കണം. ഏറ്റവും അവസാനം സർവസമവാക്യങ്ങൾ എന്ന് പറയുന്നൊരു ഭാഗമുണ്ട്. a+b², a-b². ഇത്തരം ഭാഗങ്ങൾ മാത്രം ഒരു 6 മാസം ഉണ്ടല്ലോ. ഇനിയുള്ള 6 മാസം ഇത്രയും സാധനങ്ങൾ മാത്രം നിങ്ങൾ പഠിച്ചാൽ മതിയടാ. കുറേശ്ശെ എടുത്തു വെച്ച് പഠിക്കണം. കാരണം ഇഷ്ടംപോലെ സമയമുണ്ടല്ലോ. 6 മാസം കഴിയുമ്പോൾ നിങ്ങൾ നേരെ സിലബസിനകത്തേക്ക് കയറിയാൽ മതി. ഈ 6 മാസം കൊണ്ട് ഇത്തരത്തിലുള്ള ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഒരു ധാരണ ഉണ്ടാക്കിയെടുക്കുവാൻ കൃത്യമായിട്ട് സാധിക്കും. ആ രീതി നമ്മൾ ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. സോ ഇങ്ങനെ ഈ അടുത്ത 6 മാസം കൊണ്ട് ഇത്രയും ടോപ്പിക്കുകൾ നിങ്ങൾ എക്സ്പേർട്ട് ആണെങ്കിൽ
നിങ്ങൾക്ക് സാധാരണ പലിശ പഠിച്ചെടുക്കാൻ 2 മണിക്കൂർ പോലും വേണ്ട. കാരണം കാര്യങ്ങൾ അറിയാം, വെട്ടാൻ അറിയാം. സോ വെട്ടാൻ അറിയാമെങ്കിൽ തന്നെ നമ്മുടെ സിലബസിനകത്ത് കിടക്കുന്ന പല ടോപ്പിക്കുകളും സിമ്പിളായിട്ട് ക്രാക്ക് ചെയ്യാൻ സാധിക്കും. പിന്നെ നമുക്കുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ LP UP പരീക്ഷ ആയതുകൊണ്ട് ജോമെട്രി നന്നായിട്ട് പഠിക്കണം. അത് അനിവാര്യതയാണ്. ചിലപ്പോൾ 2 ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. പക്ഷേ അത് ഏറ്റവും അവസാനം പഠിച്ചാൽ മതി. പക്ഷേ ആദ്യം കിടക്കുന്ന ഇത്തരം സാധനങ്ങളെല്ലാം വളരെ ഭംഗിയായിട്ട് കൃത്യമായിട്ട് പഠിച്ചുകൊണ്ട് മുമ്പോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന രീതിയിലെ മാത്സ് നിങ്ങൾക്കൊരു വലിയ ബാലി കേറ മലയായിട്ട് വരത്തില്ല. സിമ്പിളായിട്ട് നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യുവാൻ സാധിക്കും. സോ മാത്സ് പഠിച്ചു തുടങ്ങുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. ഇത് കൃത്യമായിട്ട് പ്ലാൻ ചെയ്തുകൊണ്ട് വേണം മുമ്പോട്ട് പോകുവാൻ എന്ന് ഞാൻ വീണ്ടും ഓർമ്മപ്പെടുത്തുവാണ്. എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ 5ാം ക്ലാസ്സിലെ പുതിയ പാഠപുസ്തകം 5ാം ക്ലാസ്സിൽ വന്നു. 5ാം ക്ലാസ്സിലെ പാഠപുസ്തകം എടുത്തിട്ട് 1ാമത്തെ ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ വരകളും വട്ടങ്ങളും എന്ന് പറയുന്ന ഒരു സിമ്പിൾ ചാപ്റ്ററാണ്. നിങ്ങളത് പതിയെ വായിക്കണം. സമയബന്ധിതമായിട്ട് സമയം കണ്ടെത്തിയിട്ട് ഒരു ചാപ്റ്റർ പതുക്കെ വായിച്ചു നോക്കുക. എന്ത് രസകരമാണെന്നറിയോ? അത് വായിക്കുമ്പോൾ തന്നെ ചുമ്മാ അങ്ങ് വായിച്ചു പോരുത്. നിങ്ങൾക്ക് പ്രഷർ ഇല്ലല്ലോ, സമയമുണ്ടല്ലോ. പതിയെ വായിച്ച് അതിനകത്ത് നിങ്ങൾക്ക് മനസ്സിലാകാത്ത കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ നോട്ട് ചെയ്ത് വെച്ചിട്ട് ലൈവ് ക്ലാസ്സുകൾ വരുമ്പോൾ അധ്യാപകനോട് നേരിട്ട് ചോദിക്കാനുള്ള അവസരം കൂടി ഉണ്ടാവും. സോ അങ്ങനെ പഠിച്ച് മുമ്പോട്ട് പോകുമ്പോൾ 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ ഇപ്പൊ അടുത്ത ചാപ്റ്റർ ആകുമ്പോൾ സംഖ്യാലോകം, സംഖ്യകളെ കുറിച്ചുള്ള അടിസ്ഥാനപരമായിട്ടുള്ള അറിവ് നിങ്ങൾക്ക് അവിടെ നിന്ന് നേടിയെടുക്കാൻ സാധിക്കും. അതിനുശേഷം ഗുണന രീതികൾ, ഗുണിക്കുന്നത് എങ്ങനെയാണ്, എന്താണ് ഗുണനം, ആവർത്തന ഗുണനം എന്ന് പറഞ്ഞാൽ എന്താണ്, അങ്ങനെയൊക്കെയുള്ള അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ സാധിക്കും. ഇങ്ങനെ ഇത് പാർട്ട് 1 ആണ്. ഇങ്ങനെ 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള പാഠപുസ്തകങ്ങൾ നിങ്ങൾക്ക് മാത്സ് വളരെ ബുദ്ധിമുട്ടാണെങ്കിൽ ഓരോ ദിവസവും ആ ടോപ്പിക്കുകൾ എടുത്തു വെച്ചുകൊണ്ട് വായിച്ച് നിങ്ങൾ മുമ്പോട്ട് പോകണം. സോ വായിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ചില വാക്കുകളിൽ മാത്രം നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും. സോ അത്തരം വാക്കുകൾ അധ്യാപകരോട് നേരിട്ട് ചോദിക്കുമ്പോൾ അത് ക്ലിയർ ആവും. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5ാം ക്ലാസ്സിൽ തുടങ്ങണം. 5ാം ക്ലാസ്സിലെ 1ാമത്തെ ചാപ്റ്റർ തുടങ്ങി 10ാം ക്ലാസ് വരെ എത്തുമ്പോൾ ഏകദേശം ഒരു 6 മാസം കഴിയും. നിങ്ങൾ ആ ഒരു ഭാഗം തന്നെ എക്സ്പേർട്ടായിട്ട് മാറും എന്നുള്ള കാര്യം ഓർമ്മപ്പെടുത്തുവാണ്. ഓക്കെ. ഇനി പിന്നെ പ്രത്യേകം ഒരു കാര്യം ഓർത്തിരിക്കേണ്ടത്, ഈ സ്ഥിരത എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ, കൺസിസ്റ്റൻസി, അത് വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ്. അതായത് നമ്മൾ പഠിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇന്ന് പഠിച്ചു നാളെ പഠിക്കാതിരുന്നു അങ്ങനെ ആവരുത്. ഇന്ന് പഠിക്കാൻ തുടങ്ങിയാൽ നാളെയും പഠിക്കണം, മറ്റന്നാളും പഠിക്കണം, ജോലി കിട്ടുന്ന അന്ന് വരെയും പഠിക്കണം, കൺസിസ്റ്റന്റ് ആയിട്ട് പഠിക്കണം. ഒരു ദിവസം പോലും പഠിക്കാതിരിക്കരുത്. ഓരോ ദിവസങ്ങളും കൃത്യമായിട്ട് പ്ലാൻ ചെയ്തുകൊണ്ട് നിങ്ങൾ മുമ്പോട്ട് പോകണം. കാരണം മത്സര പരീക്ഷാ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം നിങ്ങൾ പഠിക്കാതിരുന്നാൽ 3ാമത്തെ ദിവസം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പലതും നിങ്ങളുടെ മനസ്സിൽ നിന്ന് മറന്നു പോയിട്ടുണ്ടാവും. സോ അതുകൊണ്ട് ഒരു ദിവസം പഠിച്ചുകൊണ്ട് അടുത്ത ദിവസത്തിലേക്ക് കടക്കുമ്പോൾ അത് റിവിഷൻ നടത്തിയാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. സോ ഓരോ ദിവസങ്ങൾ കഴിയുമ്പോഴും ആ ദിവസത്തിൽ നിങ്ങൾക്ക് എത്രത്തോളം നേട്ടം ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചു എന്നുകൂടി പ്രത്യേകം ശ്രദ്ധിക്കണം. ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ, മക്കളെ ഏതാണ്ടേ 2024 നമ്മുടെ UP സ്കൂൾ ടീച്ചർ പരീക്ഷ എഴുതിയ സമയത്ത് ചോദിച്ചൊരു ചോദ്യമാണ്, താഴെ തന്നിരിക്കുന്നവയിൽ പൂർണ്ണവർഗ സംഖ്യ ഏതാണെന്നാണ് ചോദിച്ചത്. 9ാം ക്ലാസ്സിലെ 4ാമതൊരു ചാപ്റ്റർ ഉണ്ട്, പുതിയ സംഖ്യകൾ എന്ന് പറയുന്ന ചാപ്റ്ററാണ്. അവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഈ പോയിന്റ് ഉള്ള സംഖ്യകളുണ്ടല്ലോ, ഈ പൂർണ്ണവർഗ സംഖ്യ എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് റൂട്ട് നമുക്ക് എടുക്കുവാൻ സാധിക്കുന്ന സംഖ്യകളെ പറയുന്ന പേരാണ് പൂർണ്ണവർഗ സംഖ്യ. എക്സാമ്പിൾ പറഞ്ഞാൽ 1, 4, 9, 16, 25, 36, 49 ഇത്തരം സംഖ്യകളെ പറയുന്ന പേരാണ് പൂർണ്ണവർഗ സംഖ്യകൾ എന്ന് പറയും. 36 എന്ന് പറയുന്ന സംഖ്യ പൂർണ്ണവർഗ സംഖ്യ, കാരണം 36ന്റെ സ്ക്വയർ റൂട്ട് 6. 49 പൂർണ്ണവർഗ സംഖ്യ, 49ന്റെ സ്ക്വയർ റൂട്ട് 7. അപ്പൊ ഒരു സംഖ്യയുടെ സ്ക്വയർ റൂട്ട് കൃത്യമായിട്ട് പറയാൻ സാധിക്കുവാണെങ്കിൽ അത്തരം സംഖ്യകളെ പറയുന്ന പേരാണ് പൂർണ്ണവർഗ സംഖ്യ. സോ പോയിന്റ് ഉള്ള സംഖ്യകൾ എങ്ങനെയാണ് പൂർണ്ണവർഗമാകുന്നത് എന്ന് ചോദിച്ചാൽ നിങ്ങൾ നോക്കേണ്ടത്, അവിടെ പോയിന്റിന് ശേഷം എത്ര അക്കം ഉണ്ടോ നോക്കണം. പോയിന്റിന് ശേഷം ഇരട്ട അക്കങ്ങളാണെങ്കിൽ അത് പൂർണ്ണവർഗ സംഖ്യയായിരിക്കും. അത് കൃത്യമായിട്ട് അവിടെ പഠിക്കുന്നുണ്ട്. സോ അങ്ങനെയാണെങ്കിൽ ഇവിടെ പോയിന്റിന് ശേഷം ഇരട്ട അക്കങ്ങൾ വരുന്നു. ഇവിടെ ഒരു പോയിന്റ് അല്ലേ ഉള്ളൂ, ഇരട്ട അക്കമാണോ?
ഇരട്ട അക്കം എന്ന് പറഞ്ഞാൽ 2, 4, 6, 8, 10 അങ്ങനെ വരണം. അപ്പൊ ഇത് ഇരട്ട അക്കം അല്ല, അപ്പൊ അത് പൂർണ്ണവർഗം അല്ല. ഇവിടെ 2 അക്കമല്ലേ ഉള്ളത്. സോ 2 എന്ന് പറഞ്ഞാല് ഇരട്ട അക്കമാണ്. സോ ഇരട്ട അക്കമാണെങ്കിൽ അതിനെ പൂർണ്ണവർഗ സംഖ്യയായിട്ട് പരിഗണിക്കുക. അപ്പോ 0.25 എന്ന് പറയുന്ന സംഖ്യ പൂർണ്ണവർഗ സംഖ്യയാണ്. കേട്ടോ, ഇവിടെ 3 അക്കമാണ്, അപ്പൊ അല്ല. ഇവിടെ എത്ര ഉണ്ട്? ഇവിടെ 5 അക്കമാണ്, അല്ല. സിമ്പിൾ ആയിട്ട് നമുക്ക് ആൻസർ ഓപ്ഷൻ ബി പറയാൻ സാധിച്ചു. 1 സെക്കൻഡ് പോലും വേണ്ട. അപ്പോ പോയിന്റ് ഉള്ള സംഖ്യകൾ പൂർണ്ണവർഗം ആകണമെങ്കിൽ പോയിന്റിന് ശേഷം ഇരട്ട അക്കങ്ങൾ വേണം എന്നുള്ളതായിരുന്നു ഉത്തരം. കണ്ടോ, സിമ്പിൾ ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റിയൊരു നല്ല ക്വസ്റ്റ്യൻ അല്ലായിരുന്നു. എല്ലാവർക്കും ആൻസർ കിട്ടിയിട്ടുണ്ടാവും. സിമ്പിൾ ആയിരുന്നു. ഇനി അതേ പരീക്ഷയ്ക്ക് ചോദിച്ച മറ്റൊരു ചോദ്യം ആണ്ടേ, നമ്മുടെ 2024, അതായത് ഏറ്റവും അവസാനം നമ്മൾ UP സ്കൂൾ ടീച്ചർ പരീക്ഷ എഴുതിയ സമയത്ത് മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്ടേ, സംഖ്യാരേഖയിലെ 3/5 അതേപോലെ 4/5 ഇടയിൽ വരാത്ത ഭിന്നസംഖ്യ ഏത് എന്നാണ് ചോദിച്ചത്. ഇടയിൽ വരാത്ത ഭിന്നസംഖ്യ ഏത് എന്നാണ് ചോദ്യം. അപ്പൊ സ്വാഭാവികമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 3 എണ്ണം ഇടയിൽ വരും, 1 എണ്ണം ഇടയിൽ വരുത്തില്ല. ആ വരാത്തത് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. എന്തെന്നറിയോ? എടാ, ഇവിടെ എല്ലാം നിങ്ങൾ 0 കൊടുത്താൽ സാധാരണ നമ്മൾ ഈ ഭിന്നസംഖ്യകൾ 2 ഭിന്നസംഖ്യകൾ അത് ഏതിനിടയിൽ വരുന്ന ഭിന്നസംഖ്യ ഏത് അങ്ങനെ ചിന്തിച്ചാൽ മതി. അപ്പോൾ അംശത്തിലൊക്കെ ഓരോ 0 ഇട്ട് കൊടുക്കുക. അപ്പൊ 3/5 എന്നുള്ളത് 30/5 ആയിട്ട് മാറിയില്ലേ? വെറുതെ നിങ്ങൾ അംശത്തിലൊക്കെ ഓരോ 0 ഇട്ട് കൊടുക്കുക. അങ്ങനെയാണ് നമ്മൾ ചെയ്ത് പഠിക്കുന്നത്. ഇതെവിടാ പഠിച്ചത്? ഇത് ഭിന്നസംഖ്യകൾ എന്ന് പറയുന്ന ചാപ്റ്ററിലെ 2 ഭിന്നസംഖ്യകൾക്കിടയിൽ വരുന്ന ഭിന്നസംഖ്യ ഏത് എന്നൊരു ചോദ്യം പരീക്ഷയ്ക്ക് ചോദിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്ത് പഠിക്കുന്നത്. അംശത്തിലൊക്കെ ഓരോ 0 ഇട്ട് കൊടുക്കുക. 3/5 എന്ന് പറഞ്ഞാൽ 30/5, 4/5 എന്ന് പറഞ്ഞാൽ 40/5. എടാ, 30/5 എന്ന് പറഞ്ഞാൽ 6, 30/5 എന്ന് പറഞ്ഞാൽ 6, 40/5 എന്ന് പറഞ്ഞാൽ 8. സോ ചുരുക്കി പറഞ്ഞാല് 6നും 8നും ഇടയിൽ വരുന്ന നമ്പർ അല്ലാത്തത് ഏത് എന്നാണ് ചോദിച്ചത്. അപ്പൊ ഇവിടെ അതുപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? 2/3 അല്ല, 20/3. അംശത്തിലൊക്കെ ഓരോ 0 ഇട്ടല്ലേ കൊടുക്കുന്നത്. അപ്പൊ 20നെ 3 കൊണ്ട് ഹരിച്ചാൽ എത്ര വരും? ഏകദേശ വില പറഞ്ഞാൽ മതി, ഏകദേശ വില പറഞ്ഞാൽ മതി. എടാ, 20നെ 3 കൊണ്ട് ഹരിച്ചാൽ 6 3 18, 6 പോയിന്റ് സംതിങ് വരത്തില്ലേ? 6 പോയിന്റ് സംതിങ് വരും. സോ ഇവിടുത്തെ ഉത്തരം 6 പോയിന്റ് സംതിങ് എന്നാണ് വരുന്നത്. എത്രങ്കിലും ആയിക്കോട്ടെ, 6 പോയിന്റ് വരും. അടുത്തതിലേക്ക് വരുമ്പോൾ ഇവിടെ 5/8 എന്നുള്ളത് 50/8 ആയിട്ട് മാറി. 50നെ 8 കൊണ്ട് ഹരിച്ചാൽ നമുക്കറിയാം 7 8 56, അത്ര ഇല്ല. 6 8 48 അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 50നെ 8 കൊണ്ട് ഹരിച്ചാല് 6 പോയിന്റ് സംതിങ് എന്ന് വരത്തില്ലേ? 6 പോയിന്റ് സംതിങ് വരും. കാരണം 50നെ 8 കൊണ്ട് ഹരിക്കുവാണെങ്കിൽ 6 8 48, 6 പോയിന്റ് സംതിങ് വരും, 6 പോയിന്റ് സംതിങ് വരും. ഇനി ഇവിടെ 30നെ 7 കൊണ്ട് ഹരിച്ചാൽ 3/7 ആയിരുന്നു, അത് 30/7 ആയിട്ട് മാറി. 30നെ 7 കൊണ്ട് ഹരിച്ചാല് 4 7 28, 4 പോയിന്റ് അല്ലേ? 4 പോയിന്റ് അല്ലേ? 4 പോയിന്റ് അല്ലേ? ആണ്. ആണോ? ആണ്. ഇനി 5/7 എന്ന് പറഞ്ഞാൽ 50/7 അല്ലേ? അംശത്തിലൊക്കെ ഓരോ 0 ഇട്ട് കൊടുക്കണം എന്നല്ലേ ഞാൻ പറഞ്ഞു തന്നത്. 50നെ 7 കൊണ്ട് ഹരിച്ചാൽ എത്ര? എടാ മക്കളെ, 50നെ 7 കൊണ്ട് ഹരിച്ചാല് 7 7 49, 7 പോയിന്റ് സംതിങ് വരും, 7 പോയിന്റ് സംതിങ് വരും. ഇനി നോക്കിക്കേ, ഇടയിൽ വരാത്തത് ഏതെന്നല്ലേ? 6 പോയിന്റ് വരും, 6 പോയിന്റ് വരും, 4 പോയിന്റ് വരത്തില്ല. കാരണം 6നും 8നും ഇടയിൽ വരുന്ന സംഖ്യയാണോ 4 പോയിന്റ്? അല്ല. അപ്പൊ നമുക്ക് സിമ്പിൾ ആയിട്ട് പറഞ്ഞൂടെ? സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാം. ഏത്? അതായത് 3/7 എന്ന് പറയുന്ന ഓപ്ഷൻ സി ആയിരുന്നു അതിന്റെ റൈറ്റ് ആൻസർ. സോ ഇങ്ങനെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങളൊക്കെ തന്നെയാണ് സാധാരണ പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. അപ്പൊ ഇത്തരത്തില് നിങ്ങൾ പഠിച്ചു പോകുമ്പോൾ തന്നെ വലിയൊരു ബാധ്യത എടുത്ത് തലയിൽ വെക്കാതെ ഇപ്പോഴേ കൃത്യമായിട്ട് പ്ലാൻ ചെയ്തുകൊണ്ട് പഠിച്ച് മുമ്പോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പരീക്ഷ ക്രാക്ക് ചെയ്യുവാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ വരാൻ പോകുന്ന LP UP നോട്ടിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പടി മുമ്പേ എന്നുള്ള രീതിയിൽ ഇപ്പോഴേ നിങ്ങൾ പഠിച്ചുകൊണ്ട് മുമ്പോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പരീക്ഷ
വലിയ ബാധ്യത ഇല്ലാതെ പെട്ടെന്ന് ക്രാക്ക് ചെയ്യുവാൻ സാധിക്കും. അതായത് നിങ്ങൾ സ്ഥിരമായിട്ട് ഇപ്പോഴേ ഒത്തിരി ഉണ്ടാ പഠിക്കാനുണ്ട്. ഈ അവസാനത്തെ 3 മാസം കൊണ്ട് 6 മാസം കൊണ്ടൊന്നും ഒരിക്കലും നമുക്ക് ആ വലിയൊരു സിലബസ് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒരു വർഷം, ഒരേ ഒരു വർഷം, ആ ഒരു വർഷ സമയമുണ്ട്, ഒരു വർഷം നിങ്ങൾ നിങ്ങളുടെ ലൈഫിന് വേണ്ടി മാറ്റി വെക്കുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത ഒരു 40 അല്ലെങ്കിൽ 50 വർഷം നിങ്ങൾ എങ്ങനെ ഈ സമൂഹത്തിൽ ജീവിക്കണം എന്നുള്ള ഒരു കൃത്യമായ മറുപടിയാണ് ഈ ഒരു പരീക്ഷയോട് നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത്. കേരള സർക്കാരിൻ്റെ ടാഗൊക്കെ ഇട്ടുകൊണ്ട് രാവിലെ നമ്മൾ സ്കൂളിലേക്ക് പോകുന്ന രംഗങ്ങളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. സോ അതിന് വേണ്ടിയിട്ട് അത് നിങ്ങളുടെ ഏറ്റവും വലിയൊരു മോഹമായിട്ട് മാത്രം നിലനിർത്തിയാൽ പോരാ, അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. സോ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണമെങ്കിൽ അതിൻ്റെ ആദ്യ കടമ്പ എന്ന് പറഞ്ഞാൽ ഈ എഴുതാൻ പോകുന്ന ഈ മത്സര പരീക്ഷ ഏറ്റവും ഭംഗിയായിട്ട് നല്ല മാർക്കോടുകൂടി വിജയിക്കുക എന്നുള്ളതാണ് ആദ്യപടി. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴേ പഠനം തുടങ്ങണം. ഇപ്പോഴേ പഠനം തുടങ്ങുമ്പോൾ ചെറിയ ചെറിയ കാൽവെപ്പോടുകൂടി നിങ്ങൾ പതിയെ പഠിച്ച് മുമ്പോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ഈ പരീക്ഷ വലിയ ബുദ്ധിമുട്ടില്ലാതെ നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ സാധിക്കും. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന രീതി, നിങ്ങൾ ആ പരീക്ഷയുടെ പാറ്റേൺ കണ്ടല്ലോ, ക്വസ്റ്റ്യൻ പേപ്പറിന്റെ നിലവാരം കണ്ടല്ലോ. എല്ലാവർക്കും പറ്റുന്നതാണ്. മാത്സിനകത്ത് വലിയൊരു അഗ്രമന ഒരു നോളജ് ഒന്നും വേണമെന്നില്ല. സോ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു അറിവ് മാത്രം നേടിയെടുത്താൽ മതിയാവും. സോ അതിനു വേണ്ടിയിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പഠിക്കുക, കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കുക, സ്ഥിരമായിട്ട് പഠിക്കുക, ടൈം ടേബിൾ അറേഞ്ച് ചെയ്ത് പഠിക്കുക. SCERT പോർഷൻസ് ഇപ്പോഴേ എടുത്തു വെച്ച് ഭാഗികമായിട്ട് കുറേശ്ശെ പോർഷൻസ് എടുത്ത് പഠിച്ചുകൊണ്ട് നിങ്ങൾക്ക് മുമ്പോട്ട് പോകണമെന്നുണ്ടെങ്കിൽ പരീക്ഷ ക്ലിയർ ആയിട്ട് ഒരു വലിയ ബുദ്ധിമുട്ടില്ലാതെ ക്രാക്ക് ചെയ്യുവാൻ സാധിക്കും. സോ നമ്മൾ പുതിയ ബാച്ച്, അതായത് ഒന്നും അറിയാത്ത തുടക്കക്കാരെ എല്ലാവരെയും, അതുപോലെ തന്നെ കഴിഞ്ഞ പരീക്ഷ എഴുതി ടച്ച് വിട്ടുപോയി സംഭവങ്ങളൊക്കെ മടക്കി വെച്ച ഒരുപാട് പേരുണ്ട്, എല്ലാവർക്കും ഉപകാരപ്പെടുന്ന രീതി നമ്മൾ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. LP-UPക്ക് വേണ്ടിയിട്ട് പുതിയ ബാച്ചാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. എല്ലാവർക്കും ഉപകാരപ്പെടുന്ന രീതിയിലാണ് നമ്മൾ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. തുടക്കം മുതൽ, ആദ്യം മുതൽ അവസാനം വരെ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. സോ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന രീതിയിൽ ഈ ഒരു ബാച്ചിലേക്ക്, നമ്മൾ പുതിയ ബാച്ചാണ്, ഒന്നും നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിലും വന്നാൽ മതി. ഈ പറഞ്ഞ രീതിയിലെ കാര്യങ്ങൾ അടുത്ത ഒരു 6 മാസം കൊണ്ട് നിങ്ങൾ ഒരു പരീക്ഷ എഴുതുമ്പോൾ എങ്ങനെ പോയാലും ഒരു 50-60 മാർക്ക് ഉറപ്പായിട്ട് പഠിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പ്രിപ്പറേഷനുമായിട്ടാണ് നമ്മൾ, ആ ഒരു സ്ട്രാറ്റജിയാണ് നമ്മൾ ക്ലാസ്സിൽ ഡെവലപ്പ് ചെയ്യുന്നത്, മീൻസ് അപ്ലൈ ചെയ്യുന്നത്. സോ എല്ലാവർക്കും അത് ഒരുപാട് സഹായകരമാവും എന്ന് തന്നെയാണ് വിശ്വാസം. അത് തന്നെയായിരുന്നു നമ്മുടെ കഴിഞ്ഞ റിസൾട്ടും അതിന് മുമ്പത്തെ റിസൾട്ടും ഒക്കെ അതാണ്. പിന്നെ അത് പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ ക്ലാസ്സിൻ്റെ പ്രത്യേകത ഒന്നും എടുത്തു പറയേണ്ട ആവശ്യമില്ലല്ലോ. അതായത് എല്ലാ ദിവസവും നമുക്ക് ലൈവ് ക്ലാസ്സുകൾ കിട്ടും, റെക്കോർഡ് ക്ലാസ്സുകൾ കിട്ടും, ഒരു മെൻറ്റർ നിങ്ങളുടെ കൂടെ ഉണ്ടാവും, പഠിപ്പിക്കുന്ന അധ്യാപകർ തന്നെയാണ് മെൻറ്റർമാർ. അപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും ഒരു മുഖവര ഇല്ലാത്ത രീതിയിൽ വളരെ കൂളായിട്ട് നിങ്ങൾക്ക് ചോദിച്ചുകൊണ്ട് നിങ്ങളുടെ സമയത്തിനനുസരിച്ച് റിപ്ലൈ കിട്ടും. സോ എല്ലാ സാധ്യതകളും പ്രയോജനപ്പെടുത്തുന്ന രീതിയിൽ നമ്മുടെ പുതിയ ബാച്ചുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ ബാച്ചിലേക്ക് അഡ്മിഷൻ എടുക്കുവാനേ നിങ്ങൾക്ക് ആ ബോർഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ 2027 എഴുതാൻ പോകുന്ന LP-UPയുടെ പ്രിപ്പറേഷൻ നമ്മൾക്ക് ഒരുമിച്ച് അങ്ങോട്ട് പഠിക്കാം. സോ ഈ ഒരു പ്രിപ്പറേഷൻ്റെ നിങ്ങളുടെ നിങ്ങളെ ഈ പറഞ്ഞ രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഉപകാരപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഈ ഒരു സെഷൻ ഇവിടെ അവസാനിപ്പിക്കാം. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ബൈ.